ഇനി ഒരു കാബേജ് പക്കോടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് നാൾ മുന്നേ സബോളയ്ക്ക് വില കൂടിയ സമയത്ത് നമ്മൾ ഉള്ളിവടയ്ക്ക് പകരം ഉണ്ടായിരുന്നില്ലേ കാബേജ് വട. അതിനായിട്ട് ആദ്യം കുറച്ച് കാബേജ് നീളത്തിലരിയുക. അതിലേക്ക് ഒരു സബോള നീളത്തിലരിഞ്ഞതും കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഇത്തിരി വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട ശേഷം നന്നായി കുഴയ്ക്കുക. ഈ കാബേജിൻ്റെയും സബോളയുടെയൊക്കെ നീര് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ടോ നന്നായി കുഴയ്ക്കുന്നത്. കുഴച്ച ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിനാവശ്യമായത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊടികൾ ചേർത്ത ശേഷം വീണ്ടും കുഴയ്ക്കുക. അത് കുഴച്ച ശേഷം അതിലേക്ക് കുറച്ച് കടലമാവ്, കുറച്ച് അരിപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. ഇതും നന്നായി കുഴയ്ക്കുക. ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് വീണ്ടും കുഴച്ച് റെഡിയാക്കി വെക്കുക. അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയ ശേഷം അത് വറുത്ത് കോരുക. ഒരു സ്പൂൺ കൊണ്ട് ഇട്ടാൽ മതി. അത് നമ്മുടെ കാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പുമാണ്. നമ്മൾ കെച്ചപ്പിലോ കൂട്ടി തിന്നാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.